ആ പൂട്ടിക്കും. യേശുവിടെ പോയി. ഒച്ചത്തിൽ പറ, കേൾക്കാൻ പറ്റില്ല. കല്യാണത്തിൽ. ആരുടെ കല്യാണത്തിന്? ഇതാരാണിത്? അമ്പോ പൊളിയാണല്ലോ. പൂവാണെങ്കിൽ ഇപ്പൊ മേടിച്ചോണം. യേശു കണ്ടോ ചോദിക്കാം, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാരാണ് ഈ വരുന്നത്? മുടിയിര് ഇവിടെ ഉണ്ട്. കുഞ്ഞിനോ മുടി ഒന്നുകൂടി ഇടണം. ചീപ്പ് വണ്ടിക്കകത്തൊന്നും കിടപ്പുണ്ട്, വണ്ടിയിലുണ്ട്. കുഞ്ഞണ്ണി 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 ഞാൻ മുമ്പിരിക്കാം. തുറന്നില്ല, നീ പിന്നെയും പൂട്ടിയായിരുന്നു. ഇല്ല, നീ പിന്നെയും പൂട്ടി. ഇല്ല, അതൊന്നും തുറന്നു. ആ കുഞ്ഞിന് എവിടെ താക്കോൽ? പിന്നെ പൂട്ടണേ 2 പ്രാവശ്യം ഓണി. അച്ഛൻ വരട്ടെ, അച്ഛൻ തുറക്കും. നമ്മളെന്ത് ചെയ്യണം? ഇല്ലപ്പേ, ഇന്ന് നമ്മൾ ഏത് കല്യാണത്തിലാ പോണത്? നമ്മളിന്ന് നമ്മുടെ വല്യച്ഛന്റെ മകന്റെ വല്യച്ഛന്റെ അല്ല. ഇറങ്ങിക്കോ, ഫ്രണ്ട് സാരില്ല, പോട്ടെ. യേശു ശ്രദ്ധിക്കണം കേട്ടാ. ഞമ്മ കണ്ടി യേശുവിനും കറുത്ത. യേശു നല്ല വെളുത്ത് തുടുക്കാണല്ലോ ഇരിക്കുന്നത്. നല്ലോണം വെളുത്തേ വീട്ടിൽ അങ്ങോട്ട് പിടിക്കാതെ ഈ സൈഡിലൊക്കെ നിക്കുന്നതാണല്ലേ ഇങ്ങനെയുള്ള വിശേഷങ്ങൾക്കൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാകണതാണ്. ചിലപ്പോ തീർന്നല്ലോ. ഇന്ന് 1-ാം തീയതിയാണ്. ചിങ്ങൊന്നും ഞായറാഴ്ച എല്ലാം കൂടെ. ഇന്ന് നല്ല തിരക്കാണ്. ഇവിടെയൊന്നും പോയില്ല അവരൊന്നും കയ്യില്. അതല്ലേ ഇവിടെ അല്ലേ ഇരിക്കുന്ന പൂക്കാരനാണ്. പുള്ളിയൊക്കെ കയ്യില് തീർന്നെന്നാ പറഞ്ഞത്. നിർത്താനും പറ്റില്ല. ആള് കണ്ടരുമാനം വന്നിട്ട് ബ്ലോക്കാണ്. എന്ത് ബ്ലോക്കാണ്? ഹൈവേ കൂടി പോകേണ്ടതും ചിലപ്പോ ഇങ്ങനെ തന്നെ ഉണ്ടാവും. കിട്ടിയ യേശു നോക്കട്ടെ, 2 എണ്ണത്തിലും നോക്കണം കേട്ടോ. എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ എടുത്ത് വെച്ചതാ. പുറകത്ത് പറഞ്ഞായിരുന്നു എടുത്ത് വെച്ചു. 2 ആ ഒരെണ്ണം അടച്ചു അടുത്തേലും നോക്കുക. നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും. ഇവിടെ തുറവൂരില്ലെന്നോ? തുറവൂരില്ലടി. തുറവൂരിന്ന് കിട്ടിയില്ല. ഞങ്ങളിതേ ഇവിടെ ആയി കേട്ടോ. തുറവൂര് കഴിഞ്ഞു. എന്നാ പറയണ? പാറായിക്കാവിലോട്ട് വന്നേ. തുറവൂര് റെയിൽവേ ക്രോസ് എത്തിയിട്ടുണ്ട്.
സ്റ്റേഷൻ. അമ്മ ചെയ്യും. കുഞ്ഞുണ്ണിനെ എത്ര മണിക്ക് എണീറ്റത്? ഇന്നലെയാണ് ഞാൻ തുടക്കാൻ വേണ്ടിട്ടൊക്കെ എടുത്തപ്പോഴത്തേക്കും കുഞ്ഞിന് എത്ര വട്ടം എണീറ്റെന്നാ? കുഞ്ഞിനെ ഉറക്കം വന്നിരിക്കണം. ഉറക്കം വന്നോ കുഞ്ഞിന്? ഇന്ന് കുഞ്ഞിനെ എണീറ്റിപ്പിച്ചിട്ടാണെങ്കിലേ എത്ര നേരം തോളെ കിടന്നിട്ടും കണ്ണുപോലും തുറക്കണില്ല കുഞ്ഞിന്. ഇവിടെ പണ്ടൊക്കെ ഈ ബസ്സിന്റെ ഫ്രണ്ടിൽ കണ്ട ഈ കർഷകനായ ഈ ബസ്സിന്റെ ഒക്കെ ഫ്രണ്ടിലെ ചിങ്ങോന്നിന്റെ ഒന്നും ഈ പ്രൈവറ്റ് ബസ് മൊത്തം ഇതേപോലെ മുഴുവനായിട്ടും ഫ്രണ്ടില് വാഴക്കൊലയും വാഴയൊക്കെ വെച്ച് കെട്ടിയിട്ട് ചന്ദനം എല്ലാം തൊട്ട് അങ്ങനെ ആയിരുന്നു 1-ാം തീയതി നമ്മള് വരുന്നത്. ടി ഡി അമ്പലം കാണും. ടി ഡി അമ്പലം അമ്മയുടെ ട്യൂഷൻ ക്ലാസ് അഞ്ചര നോക്കിരുന്നു. അമ്മയുടെ ട്യൂഷൻ ക്ലാസ് അഞ്ചര നോക്കിരുന്നു. ഇവിടെയാണ് അമ്മയുടെ ട്യൂഷൻ. ചാവടി എത്തിയിട്ടുണ്ട്. അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ ഇങ്ങനെ പോയാൽ മതി. ഇങ്ങനെ പോകുമ്പോ പുത്തങ്കാവിലോട്ട് പോവാൻ കുഞ്ഞുണ്ണി. ഇങ്ങനെ പോകുമ്പോഴേ പുത്തങ്കാവിലോട്ട് പോവാൻ നമുക്ക്. സൂപ്പർ. നമുക്ക് പോയാലോ? Take the second left toward Palathod Beach, Chavadi to Ravur Road. Then turn left onto Palathod Beach, Chavadi to Ravur Road. എങ്ങോട്ട് പോകാനാണ് മാപ്പിട്ടിരിക്കുന്നത്? കേശു കുമ്പളങ്ങി പോവാൻ വേണ്ടി മാപ്പിട്ടിട്ടുണ്ട്. കേശു ഇതൊക്കെ അറിയല്ലേ? Turn left toward to Ravur, Kumbalangi Road. Then make a U-turn. ഈ റോഡേ പോയാലും എത്താതാണ് കേശു അവര് പറഞ്ഞത്. In 200 meters, turn left toward to Ravur, Kumbalangi Road. ഇപ്പൊ 4 കുളങ്ങര നമ്മള് പോകുന്ന വഴി തെറ്റിയിട്ടാണ് യേശു. അതായത് അവര് മാപ്പ് പറഞ്ഞ വഴി കൂടെ അല്ല നമ്മള് പോകുന്നത്. അതാണ് നമ്മൾ ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞത്. നമ്മളിപ്പോ അവിടുന്ന് വന്നില്ലേ, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറി അവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡേ പോയിട്ട് അവിടുന്ന് റൈറ്റ് പോകണമായിരുന്നു. അതാണ് അവര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ ഇനി പറഞ്ഞു. 200 meters, turn right toward to Ravur. ഇപ്പൊ 4 കുളങ്ങര കഴിഞ്ഞല്ലേ? എവിടെയാണ്? 4 കുളങ്ങര കഴിഞ്ഞ് വരണം 1.5 ടർബോ. പറയകാട് ഇവിടെയൊക്കെ ഭയങ്കര മോശമാണ് റോഡ്. ഇത്രയും വെള്ളമുള്ളത് കൊണ്ട് കുഴിയുടെ ഡെപ്ത് അറിയാൻ പറ്റിയല്ലോ. വണ്ടിയുടെ അടി ഇടിക്കും. ഇതാണ് അവസ്ഥ. ഇതൊന്നും അല്ല അവസ്ഥ. അവിടത്തേക്കായിരുന്ന അവസ്ഥ. ഇവിടെയൊന്നും വലിയ പ്രശ്നമില്ല. ആ ചേച്ചി വീണത് ഒരു ഡാഷ് ക്യാമ വല്ലതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് കിട്ടിയാണ് സംഭവിച്ചത്. ചേച്ചി വീണ കാണാൻ പറ്റത്തില്ല. ഡാഷ് ക്യാമയിൽ ഫ്രണ്ടിലേക്കല്ലേ കിട്ടുള്ളൂ. പിന്നെ സൈഡിൽ കൂടി വരേണ്ട വണ്ടി ഇപ്പുറത്തെ സൈഡിൽ കൂടി വരാൻ ഈ റോഡിന്റെ കൊണ്ട് ഇന്നൊരു നല്ല ദിവസമായിട്ട് ഞാനും എനിക്കാണേലും രസമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇത് വന്നായിട്ട് എന്തായാലും ആ ചേട്ടൻ ഗ്ലാസ് മുട്ടിയെന്നാണ്. ഗ്ലാസ് മുട്ടിയിട്ടില്ലെന്ന് 100% എനിക്ക് ഉറപ്പാണ്. കാരണം ഗ്ലാസ് മുട്ടാൻ വേണ്ടി നമ്മള് ഫ്രണ്ട് ക്ലാസ് ചെയ്ത സമയത്തൊന്നും ആ ചേച്ചി എന്ന് പറഞ്ഞ ആള് റോട്ടിലില്ല. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഒരു ഏരിയയിലേ ഇല്ല. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പുള്ളിക്കാരി അവിടെ വീണ് കിടക്കുന്നത് കാണുന്നത്. നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? കല്യാണത്തിന് പോയല്ലേ? കല്യാണം ഇപ്പൊ മരണ വീടായാണ് എന്റെ. ഞാൻ ശരിക്കും പേടിച്ച്. സംഭവം നമ്മളിപ്പോ ഇങ്ങോട്ട് പോന്നപ്പോഴേക്കും ഒരു ചേച്ചി ഭയങ്കര കുഴിയാ റോഡ് ഭയങ്കര മോശമാണ്. റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഇപ്പൊ ഈ ഹൈവേയുടെ പണി നടക്കണോണ്ട് എല്ലാ വണ്ടിയും പോകുന്നത് ഈ വഴിയാ പോകുന്നത്. വലിയ ബസ്സും ലോറിയും. ബസ് ഓൾറെഡി ബസ്സിന്റെ റൂട്ടാണ്. പിന്നെ പറഞ്ഞ വേറെ വണ്ടി അതുവഴി ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇതുവഴിയാ വരണം. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അവിടെ വെച്ചിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ നിന്ന് ഇപ്പൊ രാവിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ ആളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ റോഡ് മൊത്തം വെള്ളമാണ്. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിയാണ്, വെള്ളമാണ്. നമുക്ക് കുഴി ഏതാണ് വെള്ളം ഏതാണെന്ന് നമുക്ക് ഒന്നും അറിയാൻ പറ്റിയില്ല.
അപ്പൊ ഞങ്ങളുടെ വണ്ടി പാസ് ചെയ്തപ്പോഴേക്കും കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ടിൽ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ പാസ് ചെയ്ത് പോയപ്പോഴേക്കും പെട്ടെന്ന് ആളുകൾ ഓടിക്കൊണ്ട് ഞാൻ ഈ സൈഡിലെ ഗ്ലാസ്സിൽ കൂടെ കണ്ടു, മുറിൽ കൂടെ കണ്ടു നോക്കിയപ്പോഴേക്കും ഒരു ചേച്ചി വെള്ളത്തിൽ വീണ് കിടക്കി. അപ്പൊ എന്താണെന്ന് അറിയാണ്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ നോക്കിയിരുന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് ആ ചേച്ചിയുടെ മേത്ത് വണ്ടി മിറർ തട്ടി പുള്ളിക്കാരി വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചുണ്ട് പൊട്ടി ചോര വരുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. ഞാൻ വണ്ടി നിർത്തി അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോഴേക്കും ആ ചേച്ചി തന്നെ പറഞ്ഞു പുള്ളിക്കാരി വണ്ടി തട്ടിയതല്ല, ഈ റോഡിന്റെ അവസ്ഥ കാരണം പുള്ളിക്കാരി കാല് വെച്ചപ്പോഴേക്കും കാല് മടങ്ങിപ്പോയി, കുഴിയിലേക്കാണ് കാല് വെച്ചത്, വെള്ളമായിരുന്നുകൊണ്ട് അറിയാൻ പാടില്ല. അങ്ങനെ പുള്ളിക്കാരി മറിഞ്ഞ് വീണതാണ്. മറിഞ്ഞ് വീണിട്ട് പുള്ളിയുടെ ചുണ്ടും കുത്തി വീണ് ചുണ്ട് റോഡിലിടിച്ച് ചുണ്ട് പൊട്ടി നിറയെ ചോര വരുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കണ്ട, അങ്ങനെ സംഭവിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അവർ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിന് പോകാനും വേണ്ടി ഇറങ്ങി. അല്ല ഞാൻ പറഞ്ഞ അന്നാലും കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പക്ഷെ വണ്ടി തട്ടിയായിട്ട് എനിക്കും തോന്നുന്നില്ല. കാരണം ആ സമയത്ത് വണ്ടി തട്ടാൻ വേണ്ടി മിററൊന്നും തട്ടത്തില്ല. കാരണം ആ മിററിന് ഞങ്ങൾ പാസ് ചെയ്യുന്ന സമയത്തൊന്നും ആ ചേച്ചി ഇല്ല റോഡിൽ. മുമ്പിൽ കണ്ടുപോലും ആ ചേച്ചിനെ. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് കുറച്ച് സമയം കൊണ്ട് കുറച്ച് ടെൻഷൻ ആയിപ്പോയി. നമ്മുടെ ഭാഗത്ത് ഇല്ലാന്ന് ഉറപ്പാണ്. എന്നാലും അല്ല ബ്ലഡ് നല്ലോണം ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് വരുമല്ലോ, പൊട്ടിക്കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ബ്ലഡ് വരുമല്ലോ. ആ വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡല്ലേ, റോഡിന്റെ ഈ അവസ്ഥയിൽ വീണപ്പോഴേക്കും ചുണ്ട് കുത്തിയിട്ടുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ റോഡിൽ എന്തെങ്കിലും കല്ലിട്ടാക്കി ഇടിച്ചുകൊണ്ടിട്ടുണ്ടാവും. ഒന്നാം തീയതി രാവിലെ തന്നെ കേശുവിന്റെ കൈയും പിള്ളേരൊക്കെ വാതിലിന്റെ അവിടെ അതിലൊക്കെ വെച്ചിട്ട് അടക്കാൻ പോകുമ്പോഴേക്കും നമ്മളത് നോക്കണം. അത് മൊത്തം ഞാൻ ഓർത്ത് ദൈവമേ ഇന്നാണ് എവിടെ ജിഷാബൊക്കെ എഴുമുന്ന രേഖയുടെ ഫ്രണ്ടിലെന്നാ പറഞ്ഞ. അപ്പൊ വടക്കോട്ട് പോകണം. രേഖ ഇല്ലല്ലേ, റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ കാണുന്ന വൈറ്റ് കണ്ടില്ലല്ലോ. രേഖയുടെ ഫ്രണ്ടിൽ ഇല്ലേ നിക്കണ ജിഷാപ്പ. പിന്നെ ബൈജുട്ട തിയേറ്ററാണ് ഇപ്പൊ. ഇവിടെ എന്തോ കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഓഡിറ്റോറിയം ആണ്. ഇപ്പൊ ഓഡിറ്റോറിയം ആണ്, തിയേറ്റർ അല്ല, കൺവെൻഷൻ സെന്റർ ആണ് ഇപ്പൊ. എന്തോ കല്യാണം വൈകുന്നേരം ചിലപ്പോ റിസപ്ഷൻ കാണുന്നത്. കേശു തല മാറ്റി പിന്നെ നല്ലോണം എടുക്കട്ടെ. വെള്ളം റോഡ് മോശമായതുകൊണ്ടേ അവര് ഒന്ന് വീണ്. അപ്പൊ കണ്ണനും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം. വണ്ടിയൊന്നും പൊട്ടിയിട്ടില്ലെന്ന് എന്നിട്ട് വണ്ടി നിർത്തി ഇങ്ങോട്ട് ഒരു ചേട്ടൻ വന്ന് വിളിച്ചു. ചേട്ടൻ വന്ന ഉടനെ അണ്ണനോട് പറഞ്ഞ് ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, ഒന്ന് വായിച്ചെടുക്കണം. അവരുടെ ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, ബ്ലഡ് വരണുണ്ട്, നോക്കെന്ന് പറഞ്ഞു. കണ്ണൻ പറഞ്ഞേ വരികയാണെന്ന് പറയും. കണ്ണൻ അങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങി ചെന്നപ്പോ സത്യസന്ധമായിട്ട് ഉള്ള കാര്യം വീണ ആള് പറഞ്ഞു. അയ്യോ നിങ്ങളാരും ഒന്നും പറയല്ലേ, എന്റെ കൈ എനിക്ക് അബദ്ധം പറ്റിയതാണ്. കാലുമടങ്ങി അവര് കുഴിയില, അവിടെ കുഴിയായിരുന്നു, അപ്പൊ കാലുമടങ്ങി വീണതാണ്. നമ്മളെ ഒന്നും കൊണ്ടില്ലെന്നേ. വന്ന് നിക്കുവല്ല. ആ ഞാനതാണ് വിളിക്കാന്ന് പറഞ്ഞത്. ചേച്ചി വിളിച്ചില്ലേ, അന്നേരം വണ്ടി നിർത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിന്റെ ഒരു പാട്ട് പാടുവാ. അവര് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അനന്തപ്പനും പോയല്ലേ? അനന്തപ്പനും കുഞ്ഞലക്ഷ്മിയും പോയി. അവര് മഴയല്ലായിരുന്നു, അവര് പോയി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അനന്തപ്പനോട് വാടാന്ന്, അവനെ കാഴ്ച കാണണോന്ന്. കാഴ്ചയൊക്കെ കണ്ടു പോട്ടെ. ഇനിയിപ്പൊ തിരിച്ച് ഇനി അങ്ങോട്ട് പോകുമ്പോ പോകാം ഒരുമിച്ച്. അവിടുന്ന് ഇങ്ങോട്ടാണ് തന്നെ പോകാനില്ല. ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ. തുണിയൊക്കെയാണ് എല്ലാരും പച്ചക്കളറുകള്. ഇല്ല പച്ചയാണോ എനിക്ക്? നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല, കളർ അറിയാൻ പാടില്ല. പച്ചയല്ലേ? ഇതാണോ പച്ച? ഇതാണോ പച്ച? മയിൽപ്പീലി നീലയാണ്, മയിൽപ്പീലി നീല. നല്ല കളറാ. അറിയാമല്ലോ, ആങ്ങളൊക്കെ അറിയില്ല കളർ. കൊച്ചിന്റെ കളറാ. അതെ, ആങ്ങളൊക്കെ അറിയില്ല കളർ, അമ്മക്കും അറിയില്ല കളർ. കൊച്ചിന്റെ കളറല്ലോ അത് വേഗം കല്ലുപുരയ്ക്കൽ ശ്രീ മഹാലിംഗേശ്വര. കുഞ്ഞിനെ ബീച്ച് കാണാൻ പറ്റുമോ?
സ്ഥലത്തും. അടുത്ത പാലമല്ലേ? അടുത്ത പാലത്തിന് മുമ്പല്ലേ? ഇതാണ് കുമ്പളങ്ങി. പള്ളി 2 റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആ നേരാണിത്. ഇതിപ്പോ ഒരു കല്യാണം പള്ളിയുടെ ഹോളിലാണ്. പള്ളിയുടെ ഹോളിലാണിത് പള്ളി. നല്ല തിരക്കാണ്. ഇതും പള്ളിയാണ്. അല്ല ഇത് പള്ളിയുടെ കൂട്ടത്തിലുള്ളതാണ്. ഇതൊക്കെ പള്ളിയുടെ കൂട്ടത്തിലുള്ളതാണ്. അത് സിമിത്തേരി ആയിരുന്നത്. ഞങ്ങള് മറ്റേ കമ്പനി പോകുമ്പോ അവിടെ ബ്ലോക്ക് വരുമ്പോ ഇങ്ങനെയാണ് പോണത് അരുമുക്കം പോകാനായിട്ട്. ഓ ഇവിടെ അമ്പലം കുറവാണ്. അതെ അമ്പലം കുറവും പള്ളി അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തി. ഇതാണ് ഇതാണ് കല്യാണം. ഒക്കെ കഴിഞ്ഞ് സാരി കണ്ടപ്പോഴേ മനസ്സിലായി. ഇവിടെ നിർത്തിക്കോ, ഞാൻ ഇറങ്ങട്ടെ. ശ്യാമള നിൽക്കും. ചേട്ടനെ ഞാൻ പിടിച്ചിട്ട് എന്താ എനിക്ക് അങ്ങോട്ട് പോട്ടെ. അയ്യോ മാന്തല്ലേ, ഇത് മഴയും പെയ്യുണ്ട്. ഇറങ്ങണ്ട, അങ്ങോട്ട് പോയിട്ട് ഒരു മാന്തല്ലേ. ലക്ഷ്മി കൊച്ചു മാറി നിന്നോ. ഓഡിറ്റോറിയം പള്ളിയുടെ തന്നെ ഓഡിറ്റോറിയം. അതിന്റെ അപ്പുറത്ത് തന്നെ എന്നാ പറഞ്ഞത്. അതിന്റെ വാതിക്കയില് അവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പുറത്ത് തന്നെ പള്ളിയാണെന്നൊക്കെയാണ് അണ്ണൻ അന്ന് പറഞ്ഞത്. ആ ഇത് വെൽക്കം വെച്ചിട്ടുണ്ട്. ഇതാണോ? ഇത് പള്ളിയും ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ അണ്ണൻ പറഞ്ഞത്. കണ്ടേ ബദനാമി സുഭഗേ തും ജീവം ശരദാം സദം.
ഉറക്കം വന്നാ ഇനി കുറച്ചു നേരം നമുക്ക് കോങ്കരി പോയി കിടന്നുറങ്ങാം. കുഞ്ഞിനെ എണീറ്റ കുഞ്ഞിനെ ഉറങ്ങണം. കുഞ്ഞിന് രാവിലെ ഉറക്കം തൂങ്ങി വിഷമിച്ചതാണ്. കുഞ്ഞിന് പിണങ്ങിയിരിക്കണല്ല. കോഴിക്കോട് ഇവന് അമ്മയുടെ ഫോണും കൊണ്ട് വീഡിയോ താനാരാ വ്ളോഗറാ? താനാരാ യൂട്യൂബറാ? താനാരാ? കുഞ്ഞിനെ ഒന്ന് പറഞ്ഞേ. തിരിച്ചു പോയിക്കൊണ്ടിരിക്കണത്. എവിടെ എത്തി? കുമ്പളങ്ങി പാലം കഴിഞ്ഞില്ല. പാലം എത്താറായതല്ല, അങ്ങോട്ട് പോണല്ലോ. പാലത്തിന്റെ അങ്ങോട്ട് ഇത് ഇങ്ങോട്ട്. ഇതാണ് ബീച്ച്. ഇതാണ് കുമ്പളങ്ങി ബീച്ച്. കുമ്പളങ്ങി എന്റെ പൊന്നെ. ഇപ്പൊ കുമ്പളങ്ങി പാലം ഇറങ്ങി നമ്മൾ എഴുപുന്നിലെത്തി. ഞങ്ങളുടെ രണ്ടിനും ഒരു ഫോട്ടോ. ഞങ്ങളുടെ മാത്രം. ഞങ്ങളുടെ വണ്ടി ഉണ്ടാവും. Marriage is the fusion of two hearts, a harmony of two souls, and the union of two families. It is an eternal commitment for two people made to believe in each other. Dear ones, once again I welcome you all to this beautiful ceremony. നമുക്കറിയാം, മാരേജ് എന്ന് പറഞ്ഞാൽ ബ്രൈഡും ഗ്രൂമും ഒന്നിക്കുന്നത് മാത്രമല്ല, ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. സോ അവരുടെ അടുത്തതായി ബ്രൈഡിന്റെ ഫാദർ മിസ്റ്റർ പ്രകാശൻ ആൻഡ് അമ്മ ജിഷി പ്രകാശിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബ്രൈഡിന്റെ ബ്രദർ അനന്ത് ശ്രീധരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൈയടിക്കോ?
2 പേരെയും ഫാമിലി മെമ്പേഴ്സ് വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവരൊന്ന് ബ്ലസ് ചെയ്യാൻ പറയാം. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നന്ദി. അടുത്തതായി ബ്രൈഡിന്റെ പാരന്റ്സിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ മകളുടെ പരിപാടിയാണ്. അത് അന്ന് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അമ്മ, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു. അടുത്തതായി കേക്ക് കട്ടിംഗ് സെറമണിക്ക് കടക്കാം. Cutting cake together represents the first shared task as a married couple, and slicing down to the bottom symbolizes the depth of love. Now I request bride and groom to cut the cake, the epitome of love and sharing. 2 പേരെയും ഈ കെട്ടാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ഫോട്ടോ സെക്ഷൻ. പായി വെച്ചോ.
അമ്മേനെ കുളിക്കണം. ചവിട്ടി പൊളിക്കല്ലേ കേട്ടാ. ആ Thank you.